ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. വോളണ്ടറി അസോസിയേഷനാണ്. അതിൽ വരുന്നവരെല്ലാവരും അവരുടെ ഇഷ്ടത്തിന് വരുന്നതാണ്. ആരെങ്കിലും അവരെ നിർബന്ധിച്ചിട്ട് വരുന്നതല്ല. ഡെമോക്രാറ്റിക് കൺട്രോൾ, അതായത് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതിലുള്ള മെമ്പേഴ്സാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരെ നയിക്കുന്നത് ആരാണെന്നും അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതാണ് ഡെമോക്രാറ്റിക് മെമ്പർഷിപ്പ്. ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മെമ്പറാകാം, എപ്പോൾ വേണമെങ്കിലും പോകാം. എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻസ് പ്രോഫിറ്റ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ മിഡിൽ മെൻ്റെ പ്രോഫിറ്റ് ഇല്ല. കാരണം മെമ്പേഴ്സ് തന്നെയാണ് അതിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അവരുടെ ജോലി ചെയ്യുന്നതും നയിക്കുന്നതും എല്ലാം അതിലെ മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ മെമ്പേഴ്സിനാണ് എന്തെങ്കിലും കമ്മീഷനോ അല്ലെങ്കിൽ പ്രോഫിറ്റോ കിട്ടുന്നത്. വേറെ ആർക്കും അതിൽ ഒരു റോളും ഇല്ല. ലിമിറ്റഡ് ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. കാരണം ഒന്നിലധികം മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചാൽ തന്നെ അത് ഈക്വലി ആ ലയബിലിറ്റി എല്ലാ മെമ്പേഴ്സും ഷെയർ ചെയ്തിട്ട് അത് തീർക്കേണ്ടതാണ്. സ്റ്റേബിൾ ലൈഫ്, എത്ര നാൾ ആ സൊസൈറ്റി ഉണ്ട് അത്രയും നാളും അവർക്ക് ജോലി ചെയ്യാം. ഇനി ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് മോട്ടീവ് അല്ലെങ്കിൽ മോട്ടിവേഷൻ. ഒരു ഇൻസ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നയിക്കാനോ ഉള്ള ഒരാളുടെ ഒരു കുറവ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പേഴ്സിന് പ്രോഫിറ്റ് കിട്ടാത്തത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല, അവർക്കൊരു സാലറി പോലെയാണ് കിട്ടുന്നത്. ലിമിറ്റഡ് ക്യാപിറ്റലും ലിമിറ്റഡ് ആണ്. കാരണം മെമ്പേഴ്സ് തന്നെ ക്യാപിറ്റൽ ഇടുന്നതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ഓരോരുത്തർക്കും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഇടാനോ പറ്റില്ല. പ്രോബ്ലംസ് ഇൻ മാനേജ്മെൻറ്റിൽ പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം ഇതിൽ വരുന്ന ആൾക്കാരൊന്നും അങ്ങനെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ എന്താ പറയുക ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉള്ളവരോ ഒന്നും അല്ല. അവരവരുടെ ഇഷ്ടത്തിന് വരുന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നു, ഓരോ ഫങ്ഷൻസ് അത് ചെയ്യുന്നു. പിന്നെ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ഇത് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ സ്വന്തമാണ് എന്നൊരു തോന്നൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യും. നമ്മൾ ഏത് എക്സ്റ്റെൻറ്റ് വരെയും നമ്മൾ എത്ര ഹാർഡ് വർക്ക് വേണമെങ്കിലും നമ്മൾ ചെയ്യും. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു കുറവ് ഉണ്ട്. ഇനി ലാക്ക് ഓഫ് കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് എല്ലാത്തിലും ഉണ്ട്, പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇത്തിരി കൂടുതലാണെന്ന് മാത്രം. കാരണം കിട്ടുന്നത്